തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെ ചെളിയേറ്. മഴക്കെടുതി വിലയിരുത്താൻ വില്ലുപുരത്ത് മന്ത്രി എത്തിയപ്പോഴായിരുന്നു സംഭവം. മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമെന്നാരോപിച്ചായിരുന്നു വില്ലുപുരത്തെത്തിയ മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. ജനം ടിവി തമിഴ്നാട് ഡിജിറ്റൽ ഹെഡ് ആനന്ദ് ടി പ്രസാദ് ചേരുന്നു. ആനന്ദ്, തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെയാണ് ചെളിയേറ് ഉണ്ടായിരിക്കുന്നത്. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി എത്തിയപ്പോൾ മന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമെന്നാരോപിച്ചായിരുന്നു ജനങ്ങൾ ഇത്തരത്തിൽ ചെളി എറിഞ്ഞുകൊണ്ട് മന്ത്രിയെ സ്വീകരിച്ചത്. രോഹിണി, ആക്ച്വലി നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 31 ഡിസംബർ 1 ആകിയ ഡേയ്സിൽ ഇവിടെ ഫെഞ്ചൽ സൈക്ലോണിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആദ്യ ഘട്ടമായിട്ട് അതിന്റെ നമ്മുടെ തമിഴ്നാടിന്റെ കടലോര ജില്ലകളായ സ്ഥലത്തായിരുന്നു മഴ ഉണ്ടായിരുന്നത്. പക്ഷെ ഡിസംബർ 2 എന്ത് പറ്റി പറഞ്ഞാൽ തിരുവണ്ണാമലൈ, കൃഷ്ണഗിരി, വിഴുപ്പുറം പോലത്തെ ഒരു നോർത്ത് തമിഴ്നാട്ടിൽ ലാൻഡിലോട്ടുള്ള കുറെ ജില്ലകളിൽ കണ്ടിന്യൂ ആയിട്ട് 18-20 hours മഴ പെയ്തിരുന്നു. അപ്പൊ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെയുള്ള സാത്തന്നൂർ ഡാം അത് വെള്ളം കുറെ മഴ പെയ്ത് കുറെ വെള്ളം വന്നിട്ട് അധികമായപ്പോ അത് പ്രോപ്പറായിട്ട് ഒരു കോഷൻ ഇല്ലാതെ ഇന്നലെ രാത്രി അത് തുറന്നു വിടേണ്ടി വന്നു. അപ്പൊ അതിന്റെ തൊട്ട് അടുത്തുള്ള ഗ്രാമങ്ങൾ, തെൻപെണ്ണൈ പുഴ എന്ന് പറയുന്ന പുഴയുടെ ഓരത്തുള്ള ഗ്രാമങ്ങളിൽ മൊത്തം വെള്ളം കയറി. ഏകദേശം 40-45 ഗ്രാമങ്ങളിൽ വെള്ളം കയറിയിട്ട് 500 വീടുകളാണ് ഇതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ആവശ്യമില്ല ഒരു കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണത്തിന് വേണ്ടിയാണ് അവർ ഇന്ന് രാവിലെ തൊട്ട് അവിടെ തിരുച്ചി വിഴുപ്പുറം ഹൈവേയില് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പോലീസും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ പോയി അവരെ സമാധാനപ്പെടുത്താൻ നോക്കി. പക്ഷെ അവര് പറ്റില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ വഴിയില്ലാതെയാണ് മിനിസ്റ്റർ അവിടെ പോകേണ്ടി വന്നത്. അപ്പൊ മിനിസ്റ്റർ അവിടെ പോയപ്പോ ആദ്യം മിനിസ്റ്റർ കാറിന്ന് കൂടി ഇറങ്ങാതെയാണ് ജനങ്ങളോട് സംസാരിച്ചത്. അത് ജനങ്ങളെ ഒരു ആംഗ്രി മോഡിലേക്ക് അതിനെ പുഷ് ചെയ്തു. പിന്നെ ആ കാരണം കൊണ്ടാണ് നിങ്ങൾ കാറിന്ന് പോലെ ഇറങ്ങില്ലേ, ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് ഒന്ന് കാറിന്ന് ഇറങ്ങി ചോദിക്കില്ല എന്നുള്ള ഒരു ദേഷ്യമാണ് അവര് ആ ചെയറെടുത്ത് പുള്ളിയുടെ മുകളിലേക്ക് വീശാറില്ല അവര് പ്രവർത്തനത്തിന് തള്ളിയത്. അതായത് ശ്രീ ആനന്ദ്, ശക്തമായ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം മന്ത്രി എത്തിയപ്പോൾ തന്നെ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളത് പ്രതിഷേധക്കാർക്ക് മനസ്സിലായി. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്, കാരണം ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണല്ലോ ഇത്തരം ഒരു ദുരിതത്തിലേക്ക് അവരെ നയിച്ചതും. അതിലുള്ള പ്രതിഷേധ സൂചകമായി തന്നെയാണ് അവർ ചെളി വാരി എറിഞ്ഞുകൊണ്ട് മന്ത്രിയെ ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. രോഹിണി, അത് മാത്രമല്ല, അവർക്ക് 2 ദിവസമായിട്ട് ഒരു ഹെൽപ്പും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. റൂളിംഗ് ഗവൺമെന്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൂളിംഗ് പാർട്ടിയുടെ ആൾക്കാരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം കണ്ടിന്യൂ ആയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് DMKക്കാണ്. അപ്പോ അവിടെ പുള്ളി പൊന്മുടി വിഴുപ്പുറം ആ ജില്ലയുടെ ആളാണ്. അവിടുന്നാണ് ഒരു മിനിസ്റ്റർ, പുള്ളിയുടെ മകൻ DMK MP ആണ്. സോ ഒരേ കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ദേഷ്യവും. പിന്നെ 2 ദിവസം ഒന്നും ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞ് അവർക്ക് കൊടുത്ത ഭക്ഷണം പോലും കേടുവന്ന ഭക്ഷണമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ദേഷ്യം അവർക്ക് കാണിക്കാൻ വേറെ നിവൃത്തിയില്ലാതെയാണ് ഇപ്പോൾ ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ശരി, വളരെ നന്ദി ആനന്ദ്. തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെ ചെളിയേറ്. മഴക്കെടുതി വിലയിരുത്താൻ വില്ലുപുരത്ത് മന്ത്രി എത്തിയപ്പോഴായിരുന്നു
സംഭവം. മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമെന്ന് ആരോപിച്ചായിരുന്നു വില്ലുപുരത്തെത്തിയ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായത്. വിവരങ്ങൾ കൈമാറുകയായിരുന്നു ആനന്ദ് ടി പ്രസാദ്.